السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ബാന്ധവ മാനവ സർവേ സ്വദേശ ഭുവനത്രയം തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തി സ്ഥാനം പ്രാപ്സസി ശാശ്വതം. മതം മാനവകുലത്തിൻ്റെ സൗഹാർദ്ദത്തിന് എന്ന മഹത്തായ ഒരു മഹാസമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യരെ, നമ്മുടെ ഹൃദയം തുറന്ന ക്ഷണം സ്വീകരിച്ച് ഈ വേദിയെ ധന്യമാക്കുവാനും ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുവാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താധാരകളിൽ വിശ്വസിക്കുന്ന ബഹുമാന്യരായ വിശിഷ്ടരായിട്ടുള്ള അതിഥികളെ, ഈ ഹൈവേയുടെ ഓരത്ത് മതം മനുഷ്യൻ്റെ സൗഹാർദ്ദത്തിനാണ്. മതം മനുഷ്യനെ തല്ലാനല്ല, കൊല്ലാനല്ല, തമ്മിലടിപ്പിക്കാനല്ല എന്ന മഹത്തായ ഒരാശയത്തെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ മഹാസമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കാര്യം പ്രത്യേകമായി നിങ്ങൾ ഓർക്കണം, ഇതൊരു മത സൗഹാർദ്ദ സമ്മേളനമല്ല. മതസൗഹാർദ്ദ സമ്മേളനവും മാനവ സമ്മേളനവും മതം മനുഷ്യന്റെ സൗഹാർദ്ദത്തിന് എന്ന പ്രമേയവും എല്ലാം വ്യത്യസ്തമാണ്. ബോധപൂർവമായ ഒരു തെരഞ്ഞെടുക്കൽ. പാലക്കാട് ജില്ലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദിന്റെ തായിക കുടങ്ങൾ ഒന്നൊന്നായി തകർന്നു വീഴുകയും
നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നാം കാത്തു സൂക്ഷിച്ചു പോന്ന മഹത്തായ ചില ചിഹ്നങ്ങളെയും സൗഹാർദ്ദങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യയെ കാലുഷ്യത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയ 1992 ഡിസംബർ 6 ആ മാസത്തിൽ ഒരു മഹാസമ്മേളനം പാലക്കാട് കോട്ടമൈതാനിയിൽ ഇതേ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ഞാൻ വിനീതമായി ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികൾ, സമൂഹത്തെ പ്രദാനം ചെയ്യുന്ന ആളുകൾ, സമൂഹത്തിന്റെ ആത്മീയമായ വളർച്ചയല്ല, ഭൗതികമായ വളർച്ചയുടെ വ്യത്യസ്തമായ ചിന്തകൾ സമർപ്പിക്കുകയാണ് രാഷ്ട്രീയ സംഘങ്ങളുടെയും രാഷ്ട്രീയ വിഭാഗത്തിന്റെയും മൗലികമായ ലക്ഷ്യം. ഭൗതികമായും ആധ്യാത്മികമായുമുള്ള ഉന്നതമായ ഒരു പുരോഗതിയാണ് മതം സമഗ്രമായ ഒരു ചിന്ത എന്ന നിലയിൽ ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്നത്. ഞാൻ മനസ്സിലുള്ളത് അതുപോലെ പുറത്തേക്ക് സംസാരിക്കുന്നു. മനസ്സിലൊന്ന് വെച്ച് പുറത്തു വേറൊന്ന് കയ്യടി കിട്ടാൻ സംസാരിച്ച് ശീലിക്കാത്തത് കൊണ്ടും ആളുകൾ നന്നാവണം, അതായത് ഈ പർളിയിലെ ഈ മതം മനുഷ്യന്റെ സൗഹാർദ്ദത്തിനാണ് എന്ന ഈ സമ്മേളനം, ഈ മാനവ സൗഹാർദ്ദ സമ്മേളനം സംഘടിപ്പിച്ചാലും ഇല്ലെങ്കിലും ഒരേപോലെയാണെങ്കിൽ, അതായത് സംഘടിപ്പിക്കുന്നത് വരെ ഉള്ള അവസ്ഥ തന്നെ സംഘടിപ്പിച്ചതിന് ശേഷവും പർളിയിൽ തുടരുന്നുവെങ്കിൽ ഈ ശബ്ദത്തിനും ഈ പ്രഭാഷണത്തിനും ഈ വേദ ഗ്രന്ഥങ്ങളുടെ അകമ്പടിക്കും ഒരു സ്ഥാനവുമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനമുണ്ട്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും സിഖുകാരനും പായ്സിയും മതത്തിൽ വിശ്വസിക്കാത്തവരും എല്ലാം പങ്കെടുക്കുന്ന ഇന്ത്യയുടെ പാർലമെന്റ്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മേൽക്കോയ്മയിലായിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കരങ്ങളിൽ നിന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഓഗസ്റ്റ് 14 തീയതി അർദ്ധരാത്രി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങുമ്പോൾ നവഗാലി ജില്ലയിലെ ഹിന്ദു മുസ്ലിം വർഗീയ കലാപത്തെ ഇല്ലായ്മ ചെയ്യുവാനും ഐക്യത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോകാൻ ജനപദത്തെ സജ്ജമാക്കുകയായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വം. ഞാൻ പറയുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കൈകളിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈശ്വര വിശ്വാസിയായിരുന്നില്ല. ഏതെങ്കിലും ഒരു മതത്തോട് പ്രത്യേകമായ ആഭിമുഖ്യം പുലർത്തിയ ഒരാളായിരുന്നില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നിർവഹിക്കുന്നത് കൊണ്ട് ആർക്കും അതിനോട് വിയോജിപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് പ്രധാനമന്ത്രി പദം, മുസ്ലിമീങ്ങളിൽ എത്ര ആളുകൾ പ്രധാനമന്ത്രി പദത്തിലെത്തി? ഇവിടെ ആര് ഭരിച്ചാലും നമുക്ക് രാജ്യം നന്നാവണം, രാജ്യം നന്നായി ഭരിക്കണം. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ സ്വാതന്ത്ര്യ ഭാരതം ഉമറിനെ പോലെയുള്ള ഒരാൾ ഭരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏക ആത്മീയ സാമ്രാജ്യത്തെയും ഒന്നിച്ചു ഭരിച്ച് മാനവ ചരിത്രത്തിൽ നീതിയുടെ പടകഹാകളം മുഴക്കിയ മഹാരഥനായ പ്രവാചകന്റെ ശിഷ്യനായിരുന്നു ഉമർ ബിൻ ഖത്താബ്. നിങ്ങൾ ഇതിനെ രാമന്റെ രാജ്യമെന്ന് റഹീമിന്റെ രാജ്യമെന്ന് വിളിച്ചാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ആധാന പ്രധാനങ്ങളായ ഗിവ് ആൻഡ് ടേക്ക് പോളിസി സ്വീകരിച്ച ഒരു നവഭാരതത്തെ ഞാൻ സ്വപ്നം കാണുന്നു എന്ന് മഹാത്മാഗാന്ധി സൂചിപ്പിക്കുകയുണ്ടായി. ഈ രാജ്യം സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ പറഞ്ഞ പോലെ വ്യത്യസ്തമായ മതങ്ങളും ചിന്തകളും ധാരകളും ഒന്നിച്ചൊഴുകി സമ്മേളിച്ച് കൈനീട്ടി സ്വീകരിച്ച് നമ്മുടെ രാജ്യം പ്രബലമായ വിശ്വോത്തരങ്ങളായ 3 മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ചു. പല മതങ്ങളെയും നൊന്തു പ്രസവിച്ചു. ആർത്തി തീരാതെ വൈദേശിക മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ച പാരമ്പര്യം ഇന്ത്യയുടെ പാരമ്പര്യമാണ്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും ഇന്ത്യക്കാരായി ജീവിച്ചു പോന്ന ഈ നാട് സൗഹൃദത്തിന്റെ ഭൂമികകളാണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. കാശ്മീർ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് 18 മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്യുകയും 5 ആളുകളെ പീഡിപ്പിക്കുകയും അവസാനം നിരപരാധികളെന്ന് മുദ്രകുത്തി നിരപരാധികളെന്ന് തെളിയിച്ച് അവരെ വിട്ടയക്കുകയും ചെയ്തു. 13 ആളുകൾ
കണ്ണൂർ ജില്ലയുടെ ഹാർട്ട് ഓഫ് സിറ്റി, ആ സിറ്റിയിൽ നിന്നും തയ്യിൽ പ്രദേശങ്ങളിൽ നിന്നും തടിയന്റെ വിട നസീർ ഉൾപ്പെടെയുള്ള ഫയാസും സഫാസും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ജയിലിൽ ശിക്ഷ ഏറ്റുവാങ്ങി അതിന്റെ ജയിലിന്റെ ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 13 പേരെല്ലാം മുസ്ലിമീങ്ങൾ. ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, ശാന്തി ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇതുവരെ ഭരിച്ചിട്ടില്ല. ഇവിടെ ജീവിച്ച ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരുടെ ശക്തമായ പ്രതിഷേധമുണ്ടായി. അതല്ലെങ്കിൽ സംഘപരിവാരങ്ങളോട് കൂറുപുലർത്തുന്ന തീവ്രപരമായ ചിന്തകളെ ഇന്ത്യ ഒരു കാലഘട്ടത്തിലും ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരാണ് എല്ലാ ഫാസിസത്തെയും വോട്ടവകാശത്തിലൂടെ എതിർത്തു പോകുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സൗഹൃദത്തിന്റെ ഭൂമികൾ തേടി മാനവികമായ ഐക്യത്തിന്റെയും വിശ്വസാഹോദര്യത്തിന്റെയും ആർദ്രതയും മലിവും അനുകമ്പയും സഹാനുഭൂതിയും സാവർത്തിത്വവും മേച്ചിൽപ്പുറങ്ങളായി സൃഷ്ടിക്കുന്ന ഒരു പുതിയ ലോകത്തിന്റെ സുന്ദരമായ പ്രഭാതത്തെയും സൂര്യോദയത്തെയും സ്വപ്നം കാണുകയാണ് ഞാനും നിങ്ങളും. മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി മണ്ണിൽ പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, പാലക്കാട് കോട്ട മൈതാനിയിൽ ഒരു സമ്മേളനം പ്രഖ്യാപിച്ച ആ ഡിസംബറിലായിരുന്നു ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത്. വർഷം ഒരുപാട് പിന്നിട്ടു. ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് ഈ സമ്മേളനം എന്ത് ചെയ്യണമെന്ന് സർക്കാർ ചർച്ച ചെയ്തു. ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരോട്, നേതൃത്വത്തോട് ഞാൻ ഈ കാര്യം പറയുന്നത്, അവർ ജനങ്ങളെ ഉപകരിക്കുന്ന മതപണ്ഡിതന്മാരെക്കാളും ജനങ്ങളുമായി ബന്ധപ്പെടാൻ അവർക്ക് അവസരമുണ്ടാകുന്നുണ്ട്. എന്താണ് ഇസ്ലാം എന്നും എന്താണ് മുജാഹിദ് പ്രസ്ഥാനമെന്നും എന്താണ് യഥാർത്ഥ ഇസ്ലാമിനെ പ്രതികരിക്കുന്ന സംഘങ്ങൾക്ക്, സംഘടനകൾക്ക് ഈ നാടിനോട് പറയാനുള്ളത്? മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നതായിരുന്നു ആ സമ്മേളനത്തിന്റെ ടോപ്പിക്. കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ, പട്ടണങ്ങളിൽ, വീടുകളിൽ, എല്ലാ സ്ഥലങ്ങളിലും മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന ഉന്നതമായ ഒരു ആദർശം 1992 ഞങ്ങൾ മുഴക്കി. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ആ സമ്മേളനം കമ്മ്യൂണൽ റയോട്ടിന് സാധ്യത ഉണ്ടാകും, കാരണം ബാബരി മസ്ജിദ് തകർത്ത ഉടനെയാണല്ലോ എന്ന് പറഞ്ഞു. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ പറഞ്ഞു മുജാഹിദുകളുടെ സമ്മേളനം പാലക്കാട് നടക്കണം. കാരണം മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നതാണ് ആ സമ്മേളനം. എല്ലാവരും കേൾക്കട്ടെ. അങ്ങനെ ആ സമ്മേളനം നടന്നു. ഉന്നതമായ രൂപത്തിൽ തന്നെ ആ സമ്മേളനം സമാപിച്ചു. കേരളത്തിൽ സ്വാന്തനമായി, സമാധാനപരമായി ആ സമ്മേളനത്തിന്റെ ആശയങ്ങൾ ജനമനസ്സുകളിൽ ചിന്താകൂളലക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കടന്നുപോയി. അരയാലില പോലെ അവരസ്പന്ദനം ചെയ്ത ജനമനസ്സുകളെ നന്മയുടെ ചിന്തകളുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ ആ സമ്മേളനം സാധിച്ചു എന്നതിന് കഴിഞ്ഞ ഇന്നലകൾ ഒരുപാട് മാർഗം നൽകുന്നുണ്ട്. ഇന്ത്യയുടെ ഒരു ചരിത്രം പല മുസ്ലിം സംഘടനകളെയും നിരോധിച്ചിട്ടുണ്ട്, പല തീവ്രവാദ സംഘടനകളെയും നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ. കേരളത്തിൽ രജിസ്റ്റേർഡ് ആക്ട് പ്രകാരം ആദ്യമായി രജിസ്റ്റർ ചെയ്ത സംഘടന ഏതാണ്? മുജാഹിദ് പ്രസ്ഥാനമാണ്. AP കാന്തപുരം ഉസ്താദ് നയിക്കുന്ന സംഘടനയൊന്നും അന്നില്ല. എല്ലാരും മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനമാണ് കേരളത്തിൽ ആദ്യമായി സർക്കാർ നിയമപ്രകാരം രൂപപ്പെട്ട ആദ്യത്തെ മുസ്ലിം സംഘടന. ആ സംഘടന അന്ന് മുതൽ ഇന്ന് വരെ അതിലേതെങ്കിലും ഒരു വ്യക്തിയെ തീവ്രവാദ ചാപ്പചാർത്തി മുദ്രകുത്തി ജയിലിലടച്ച ഒരു ചരിത്രം ഒരു നൂറ്റാണ്ടിനിടയിലില്ല എന്നത് ചിന്തോദ്ദീപകമാണ്. അഥവാ ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പ്രതികരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു തീവ്രവാദി ഇല്ല എന്നത് യഥാർത്ഥ മതത്തിന്റെ മുഖത്തെ വെളിവാക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടെ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ യഥാർത്ഥമായ രൂപത്തിലല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. മിക്കവാറും മുസ്ലിങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ട കഥയാണ് കഴിഞ്ഞ ഇന്നലകളിൽ. സംജോത സ്ഫോടനം മുതൽ, മക്ക സ്ഫോടനം മുതൽ, എന്തിന് മഹാത്മാഗാന്ധിയെ കൊന്നതാരാ? മുസ്ലിമാണോ? നാഥുറാം വിനായക് ഗോഡ്സെ ആരായിരുന്നു? ഞാൻ പറയേണ്ടതില്ലേ? ആരാണ് രാജീവ് ഗാന്ധിയെ കൊന്നത്? ആരാ ഇന്ദിരാഗാന്ധിയെ കൊന്നത്? ഹേമന്ത് കർക്കറയെ ബോധപൂർവം ഒരു കലാപമുണ്ടാക്കിച്ച് താജിലും മബ്രോൾ നഗരത്തിലും കൊണാട്ട് പ്ലേസിലുമൊക്കെ ബോധപൂർവം എടുത്ത രാഷ്ട്രീയ മേലാളന്മാർ സൃഷ്ടിച്ച കിരാതമായ ബോംബാക്രമണത്തിന്റെ ബോധപൂർവമായ ഇരയായിരുന്നു ഹേമന്ത് കർക്കറെ എന്ന് അതിന്റെ പിറ്റേ ദിവസം തന്നെ കേരളക്കരയോട്
ഈ വിനീതനായ പ്രബോധകൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സത്യത്തെ ഒരിക്കലും മൂടിവെക്കാനാവില്ല. ലോകത്ത് ധർമാധർമ്മങ്ങളുടെ പോരാട്ടമാണ് എന്നും മാനവ സമൂഹത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ നിർണായകമായ ഘടകങ്ങളിലൊന്ന് ധർമാധർമ്മ പോരാട്ടങ്ങളാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഗാന്ധാരിയോട് ദുര്യോധനൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അമ്മേ, നമ്മൾ ജയിക്കുമോ അമ്മേ? അമ്മ പാർശ്വാലിറ്റി ഇല്ലാതെ, പക്ഷം ചേരാതെ അമ്മ പറഞ്ഞൊരു വാക്ക് മനോഹരമാണ്. പർളിയിലെ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വാചകം. യദോ ധർമ്മസ്തോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. ഉണ്ടോ? എവിടെ ഹിന്ദു ഉണ്ടോ അവിടെ വിജയമുണ്ട് എന്നല്ല. എവിടെ ഭാരതീയനുണ്ടോ അവിടെ വിജയമുണ്ട് എന്നല്ല. എവിടെ പാകിസ്ഥാനി ഉണ്ടോ അവിടെ വിജയമുണ്ട് എന്നല്ല. എവിടെ മുസ്ലിം ഉണ്ടോ അവിടെ വിജയമുണ്ട് എന്നല്ല. ആരുടെ കൈകളിൽ സത്യമുണ്ടോ അവിടെ വിജയം. ആരുടെ പക്ഷത്താണോ സത്യം അത് വിജയിക്കട്ടെ എന്ന പ്രത്യാശ. അതാ ഈ രാജ്യത്തിന്റെ മേന്മ. അതാ ലോകത്തെ പഠിപ്പിക്കേണ്ടത്. അതാ ലോകത്തിന് പകർന്നു കൊടുക്കേണ്ടത്. കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ചില വാചകം ഞാൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട്. സത്യമേവ ജയതേ, സത്യമേവ ജയതേ. സത്യമാണ് ജയിക്കേണ്ടത്. അസത്യം പരാജയപ്പെടണം. വിശുദ്ധ ഖുർആനിൽ 17 അധ്യായം 82 വാചകം എന്താണ്? കുൽ ജാഅൽ ഹഖ് വസഅകൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഊക. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു. അസത്യം പരാജയപ്പെടേണ്ടത് തന്നെ. കണ്ടോ? മുസ്ലിങ്ങൾ വന്നു, മുസ്ലിങ്ങൾ ജയിച്ചു, മുസ്ലിങ്ങൾ ജയിക്കേണ്ടത് തന്നെ എന്ന് പറയുന്നില്ല. സത്യം വന്നു, സത്യം വിജയിച്ചു, അസത്യം പരാജയപ്പെട്ടു. അസത്യം പരാജയപ്പെടേണ്ടത് തന്നെ. കണ്ടോ? രാജ്യ, ലോക, ഭാഷ, സാമൂഹിക ഘടന അതൊന്നും ഇസ്ലാം പ്രശ്നമാക്കിയില്ല. ഇന്ത്യയുടെ രാമായണ, മഹാഭാരത കഥകളിലെല്ലാം 18 പുരാണങ്ങൾ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ഉപനിഷത്തുക്കൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ, ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും സന്നവസ്തും തെൽമോദും, ഈ വേദഗ്രന്ഥങ്ങളെയെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന മുഹൈമിനായ, മോഡറേറ്ററായ, ധർമ്മങ്ങളെ മാത്രം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒടുവിലത്തെ ഗ്രന്ഥമായ, ദൈവിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, ദ ഹോളി ഖുർആൻ. ഈ ഖുർആനും ഇതെല്ലാം എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ പഠിപ്പിച്ചത്? എന്താണ് മനുഷ്യരോട് പകർന്നു നൽകിയത്? ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യന് നൽകിയ താത്വികമായ, ദൈവപ്രോക്തമായ ആദർശം എന്താണ്? ആ ആദർശം നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? അവിടേക്കുള്ള യാത്രയാണ് ലോകത്തിനു വേണ്ടി. മഹാഭാരതത്തിലെ ഭീഷ്മപർവം മുതൽ ആരംഭിക്കുന്ന 18 അധ്യായമുള്ള ശ്രീമദ് ഭഗവത്ഗീതയിൽ 4-ാം അധ്യായം 7-8 ശ്ലോകങ്ങളിൽ പറഞ്ഞത് എന്താണ്? യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മങ്ങൾക്ക് ചുതി സംഭവിക്കുമ്പോൾ, അധർമ്മം കൊടികുത്തി വായുമ്പോ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുന്നു എന്ന്. 2 പോയിന്റുകളാണ് ഇവിടെ തിരുത്തപ്പെടാനുള്ളതും പഠിക്കപ്പെടാനുള്ളതും. ഒന്ന്, ശങ്കരാചാര്യരുടെ ശങ്കര ദർശനമനുസരിച്ച്, അദ്വൈത ദർശനമനുസരിച്ച് അവതാര സങ്കല്പത്തിന് പ്രസക്തിയില്ല. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട്. ഞാനെന്ന് പറയുന്നത് ആത്യന്തികമായ സൗഹൃദത്തിലേക്കുള്ള യാത്ര, യഥാർത്ഥമായ സൗഹൃദത്തിലേക്കുള്ള യാത്ര. ഇപ്പൊ നമുക്ക് ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്നു. നമുക്ക് വേണമെങ്കിൽ ആസ്പിരിൻ ഗുളികകൾ കഴിക്കാം, പെയിൻ കില്ലർ കഴിക്കാം. പക്ഷെ വേദനയുടെ യഥാർത്ഥ കാരണം എന്താണ്? ഒരാൾക്ക് വലത് ഭാഗത്ത് ചെസ്റ്റിൽ വേദന ഉണ്ടാകുന്നു. വേദനയ്ക്ക് പെയിൻ കില്ലർ കഴിച്ചാൽ വേദന എന്തിനുണ്ടായി എന്ന ദൂതനെ കൊല്ലലാണ്, ശരീരത്തോട് ചെയ്യുന്ന പാപകർമ്മമാണ്. പനി ഉണ്ടായാൽ പനിക്ക് മരുന്ന് കുടിക്കല്ല വേണ്ടത്. ഡോക്ടറെ, എനിക്ക് എന്തുകൊണ്ടാണ് പനിച്ചത്? പനി ദൂതനാണ്, വേദന ദൂതനാണ്. വേദനയെ കൊന്നാൽ ആസ്പിരിൻ ഗുളികകൾ കഴിച്ചു വേദനയെ കൊല്ലുന്നവൻ വിഡ്ഢിയാണ്. വൈദ്യശാസ്ത്രത്തെക്കുറിച്ചോ സ്വന്തം ശരീരത്തെക്കുറിച്ചോ ബോധമില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ പെയിൻ കില്ലർ മാനവകുലം ചെയ്ത ഏറ്റവും വലിയ തിന്മകളിൽ ഒന്നാണ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഘടകങ്ങളിൽ ഒന്ന് ആസ്പിരിൻ ഗുളികകളാണ്. ബോധമില്ലാത്തവരാണ് അവിടെ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഉറിച്ചിരിച്ചേക്കാം, പക്ഷെ വസ്തുത ഏതാണ്? ബുദ്ധി കൂടി ബുദ്ധി മറഞ്ഞുപോയവരാണ് നമ്മുടെ രാജ്യത്തും ലോകത്തുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ എന്ന തിരിച്ചറിവിലേക്ക് നമ്മളൊരു യാത്ര പോകണം. അവിടെയാണ് എന്താണ് സത്യം, എന്താണ് സത്യം. നിങ്ങൾ നോക്ക്, മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം മനുഷ്യരൂപം പൂണ്ട് ഭൂമിയിൽ വന്ന് കാണിച്ചു കൊടുക്കുക.
ദൈവം അവതാരമായി വന്ന് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ആ ഒരു തത്വത്തിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ടോ? എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ? ബുദ്ധി കൊടുത്ത് ആലോചിച്ചു നോക്കൂ. ഒന്ന്, അദ്വൈത ദർശനം അനുസരിച്ച് ഇത് പാടില്ലാത്തതാണ്. കാരണം അദ്വൈത ദർശനം എന്താണ്? അഹം ബ്രഹ്മാസ്മി തത്വമസി, ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈപനാപരാം. ശങ്കരാചാര്യർ പറഞ്ഞാണ്. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വളരെ പ്രധാനമായ സൂഫി ചിന്തകളിലും അത് കാണാം. അനൽ ഹഖ് അൻതൽ ഹഖ്. അതായത് സെന്നബസിൽ നിന്നാണ്, ഇറാനിൽ നിന്നാണ് അദ്വൈത ദർശനം ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നുമല്ല അത്. ഞാൻ തന്നെ ദൈവം, നീയും ദൈവം. ഞാൻ ചോദിക്കുന്നത്, മനുഷ്യരൊക്കെ ദൈവമാണെങ്കിൽ ഞാനും ദൈവം, നീയും ദൈവം, അതാണല്ലോ അഹം ബ്രഹ്മാസ്മി തത്മസി. അതും അത് തന്നെ, നീയും അത് തന്നെ. ഞാനും ദൈവം, നീയും അത് തന്നെ എന്ന് പറയുന്ന സിദ്ധാന്തം. അവിടെ നിങ്ങൾ ഒരു പോരായ്മ ആ തത്വത്തിന് ഇല്ലേ? സ്നേഹബുദ്ധിയോട് കൂടെ ആലോചിച്ചേ. ഞാൻ മാനവ സൗഹാർദ്ദത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന വലിയൊരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. അതായത് അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറഞ്ഞാൽ ഞാനും ദൈവം, നീയും ദൈവം. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പൂർണനാണ്. എല്ലാ അർത്ഥത്തിലും സമ്പൂർണനാണ് ദൈവം. സമ്പൂർണനായ ദൈവമാണ് ഞാനെങ്കിൽ എന്റെ അടുത്തേക്ക് ദൈവം മനുഷ്യരൂപം അവതരിച്ച് ഈ നന്നാകണം എന്ന് പറയുന്നതിന്റെ ഘടകം എന്താ? അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാനും നിങ്ങളും ദൈവമാണ് എങ്കിൽ ദൈവത്തെ പഠിപ്പിക്കാൻ ദൈവം മനുഷ്യനായി അവതരിക്കേണ്ടതുണ്ടോ? പോയിന്റ് നമ്പർ 1 ഒന്ന്. രണ്ടാമത്തത്, ദൈവം ആരാണ്? ദൈവത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, അപാകതകളില്ലാത്തവനാണ്, പരിശുദ്ധനാണ്. സമ്മതിച്ചല്ലോ? എല്ലാരും സമ്മതിച്ചല്ലോ? അപ്പൊ ഞാനും നിങ്ങളും ദൈവം എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ അടുത്ത് ഒരു തിന്മ ഉണ്ടാകാനേ പാടില്ല. കള്ളുകുടിയനായ ഭാസ്കരനെ നമ്മൾ പറയണം ഓനും ദൈവമാണ്. അപ്പൊ ദൈവത്തെ കുറിച്ച് നമ്മുടെ കൺസെപ്റ്റ് എന്താ? കള്ളുകുടിയനായ ദൈവം. നോക്കൂ, 44,389 ശിശു ബലാത്സംഗങ്ങൾ നടന്നു 10 കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അപ്പൊ അത്രയും നീചമായ പ്രവൃത്തി ഇവിടുത്തെ പുരുഷന്മാര് ചെയ്തു എന്നാ പറഞ്ഞ്. 44,389 പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ, 3 വയസ്സിന് താഴെയുള്ള മക്കൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എത്ര നീചനാണിത് ചെയ്ത ആളുകൾ. അവരെ ദൈവം എന്ന് പറയാമോ? നീയും ഞാനും ദൈവമാണ്. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം എന്താ? തെമ്മാടിയായ, തെണ്ടിയായ, സകല തോന്നിയാസവും ചെയ്യുന്നവൻ ദൈവം എന്നാണോ? നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ദൈവം പരിശുദ്ധനാണ്, എല്ലാറ്റിന്റെയും ഉടമയാണ്. അവനും സൃഷ്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ലോകത്ത് വേദങ്ങൾ പഠിപ്പിച്ചാതാ. ഞാൻ ഋഗ്വേദം നിങ്ങൾക്ക് ചൊല്ലിത്തരാം, അഥർവവേദം പറഞ്ഞു തരാം. അഥർവവേദം, യജുർവേദം പഠിച്ചോളൂ. അഥർവവേദം 13-ാം അധ്യായം 5-ാമത്തെ പർവം 20-21 വചനങ്ങൾ എന്താ പഠിപ്പിച്ചത്? ലോകത്തിന്റെ സൃഷ്ടാവ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്. ലോകത്തിന്റെ സൃഷ്ടാവ് സർവജ്ഞനാണ്, സർവശക്തനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്, ഉറക്കമില്ലാത്തവനാണ്, മഴക്കമില്ലാത്തവനാണ്. ഇപ്പൊ നിങ്ങൾ എന്നെ പാറാവുകാരനാക്കിയ ഒരു ജ്വല്ലറിയിൽ ഞാൻ ഉറങ്ങിപ്പോകാം, എനിക്ക് മയക്കുമരുന്ന് എന്നെ മയക്കാം. ദൈവോ, ഞാനും നിങ്ങളും ദൈവാന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ മയങ്ങുക? എങ്ങനെയാ നമ്മൾ ഉറങ്ങുക? നമ്മളെ ദൈവാക്കി ഉണ്ടാകുന്ന പ്രശ്നം എന്താ? മനുഷ്യനിൽ തിന്മയും നന്മയുമുണ്ട്. നന്മയും തിന്മയും സമ്മിശ്രമായ ഒരു ശക്തിയല്ല ദൈവം. ദൈവത്തിൽ നന്മയേ ഉള്ളൂ, ദൈവത്തിൽ തിന്മയില്ല. അതൊന്നാമതായി മനസ്സിലാക്കുക. ഇസ്ലാം ഒരു നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം പറയുന്ന വാക്കുകളിൽ ഒന്നെന്താണ്? സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ എന്തറിയോ? ദൈവമേ നീ എത്ര പരിശുദ്ധനാണ്, ദൈവമേ നീ എത്ര പരിശുദ്ധനാണ്, ഭാസ്കരാ നീ എത്ര പരിശുദ്ധനാണ്, സുബൈറേ നീ എത്ര പരിശുദ്ധനാണ് എന്ന് പറയാൻ കഴിയോ? അവനിൽ പരിശുദ്ധതയുമുണ്ട്, പരിശുദ്ധതയ്ക്ക് വിരുദ്ധമായ സമീപനമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ദൈവം മനുഷ്യരൂപം പൂണ്ട് ഭൂമിയിൽ വന്നാൽ എന്നിട്ട് നമ്മളോട് പറയണം നീ കള്ളുടിക്കരുത്, പുകവലിക്കരുത്, വ്യഭിചരിക്കരുത്, ഭക്ഷണം അമിതമായി കഴിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ദൈവമേ നീ സർവശക്തനാണ്, നിനക്ക് വ്യഭിചാരമില്ല, ലൈംഗിക തൃഷ്ണയില്ല, നിനക്ക് ദാഹമില്ല, നിനക്ക് ക്ഷീണമില്ല, നിനക്ക് ഏതെങ്കിലും ഒന്നിനോട് അഡിക്റ്റ് സ്വഭാവമില്ല. ഞാൻ മനുഷ്യനാണ്, എനിക്ക് ഈ വികാരങ്ങളോടുകൂടിയാണ് എന്നെ സൃഷ്ടിക്കപ്പെട്ടത്. നീ ദൈവമാണ്, നീ മാതൃക കാണിക്കുന്നത്. എനിക്ക് എന്താ അർത്ഥം? നീ സർവശക്തൻ, നിനക്കൊക്കെ അതൊക്കെ ആവാം, ഞാൻ മനുഷ്യനാണ്. നേരെ മറിച്ച് ഇസ്ലാം പറയുന്നതോ മനുഷ്യനിൽ നിന്നൊരു പ്രവാചകനെ, മനുഷ്യരിൽ നിന്നൊരു പ്രവാചകനെ. മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ എല്ലാവർക്കും പരിചയമുള്ള ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആമിന ബീവിയുടെയും അബ്ദുള്ളയുടെയും മകനായി, അല്ലേ? സാധാരണ ഒരു പ്രോസസ്. ഒരച്ഛന്റെ ഒരു അമ്മയുടെ മകനായി ജനിക്കുന്നു. ആ മകൻ ആ നാട്ടിൽ വളരുന്നു, കളവ് പറയാതെ,
തെറ്റ് ചെയ്യാതെ യാതൊരു തിന്മയുമില്ലാതെ അവൻ യുവാവായി. ആ നാട്ടിൽ എല്ലാവരും മദ്യപിക്കുന്നു, പക്ഷെ ആ യുവാവ് മദ്യപിക്കുന്നില്ല. ആ നാട്ടിൽ എല്ലാവരും വ്യഭിചരിക്കുന്നു, ആ യുവാവ് വ്യഭിചരിക്കുന്നില്ല. ആ നാട്ടിലെ മിക്ക ആളുകളും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നു, ആ യുവാവ് അതൊന്നും ചെയ്യുന്നില്ല. ആ നാട്ടിൽ പലിശ കൊടുക്കുന്നു, ആ യുവാവ് ആ നാട്ടിൽ ഒന്നും ചെയ്യുന്നില്ല, തിന്മകളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ആളുകൾക്ക് അതുകൊണ്ട് അവരാ മനുഷ്യനെ അൽ അമീൻ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന് ജനങ്ങളോട് പറയാം, നോക്ക്, നിങ്ങളെപ്പോലെ തന്നെ ഖുറൈശി കുടുംബത്തിൽ ജനിച്ച ഞാൻ, നിങ്ങളെപ്പോലെ തന്നെ ഒരു അച്ഛന്റെ അമ്മയുടെ മകനായി ജനിച്ച ഞാൻ, നിങ്ങളെപ്പോലെ തന്നെ വികാരമുള്ള ഞാൻ, നിങ്ങളെപ്പോലെ തന്നെ പെണ്ണുങ്ങൾ ജീവിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്ന ഞാൻ, ഏതെങ്കിലും ഒരു പെണ്ണിനെ കടക്കണ്ണിട്ട് നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ ഞാൻ പ്രാപിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വേശ്യാലയത്തിന്റെ സമീപത്ത് ഞാൻ പോയി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? എത്ര ദാഹിച്ചാലും ഞാൻ മദ്യപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ മാതൃകയാക്കാന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇസ്ലാമിന്റെ പ്രോജ്വലമായ ഒരു തത്വമാണത്. അവിടെയാണ് ചില കാര്യങ്ങളെ നമ്മൾ ഇപ്പൊ നിങ്ങൾ നോക്കൂ, നൂറ്റാണ്ടുകളായി സമൂഹത്തിൽ പല തിന്മകളും നടക്കുന്നുണ്ട് എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും. ഏറെ രസമുള്ളൊരു സംഗതി, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ മതവിശ്വാസികളാണ്. വളരെ ചുരുങ്ങിയ ആളുകളാണല്ലോ നിരീശ്വരവാദികളായിട്ടുള്ളത്, വളരെ ചുരുങ്ങിയ ആളുകൾ, അങ്കുലീപരിമിതം എന്ന് വേണമെങ്കിൽ ഓരോ പ്രദേശത്ത് പറയാവുന്ന ആളുകൾ. ബാക്കിയുള്ളവരെല്ലാം, ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിലെ തറവാട്ടിൽ ചെന്നപ്പോ, ബാലുശ്ശേരിയിൽ ചെന്നപ്പോ, അവിടെ ശാരദേച്ചി, നന്നേ കഷ്ടപ്പെടുന്ന ശാരദേച്ചി വന്നു എന്നോട് പറഞ്ഞു, മോനെ നീ വലിയ സംഘടനയുടെ ഒക്കെ ആളാണല്ലോ, നല്ല പ്രസംഗിച്ചൊക്കെ നടക്കുകയാണല്ലോ, എന്റെ ചെറ്റക്കുടിലിൽ നീ കണ്ടില്ലേ എത്ര ആളുകൾക്ക് നിങ്ങളുടെ സംഘടനയൊക്കെ വീടുണ്ടാക്കി കൊടുക്കണ്, ഈ ശാരദേച്ചിക്കും അത് ചെയ്തു തന്നൂടെ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, എനിക്ക് 2 ആൺകുട്ടികളുണ്ട്, ആ 2 ആൺകുട്ടികൾ നല്ല ആരോഗ്യമുള്ളവരാണ്, പക്ഷെ അധ്വാനിക്കൂല, അവരെ കൊണ്ട് ഏറെ പരീക്ഷിച്ചു. എന്നൊരു ശാരദേച്ചി പറയാണ്, ഞാൻ പോകാത്ത ക്ഷേത്രങ്ങളില്ല, പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. അല്ലെ, ആ ഒരു മനസ്സൊന്ന് ആലോചിച്ചേ. അവിടെ ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറയാൻ, പ്രാർത്ഥിക്കാൻ അർഹനായ ദൈവത്തോട് ശാരദേച്ചി പ്രാർത്ഥിച്ചുവോ? നമുക്കൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു പ്രാർത്ഥന ഉണ്ടാവും, നല്ലൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടാകണേ. അത് ആരോട് വേണം? സന്താനങ്ങളില്ലാത്ത ദുഃഖം ആരോട് പ്രാർത്ഥിക്കണം? ഇതെല്ലാം മതവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഇനി ഒരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവനെ ആദരിക്കാനും ബഹുമാനിക്കാനും കഴിയുക വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അപ്പൊ മതസൗഹാർദ്ദ സമ്മേളനം എന്ന് പറഞ്ഞ് ഞങ്ങൾ സംഘടിപ്പിക്കാറില്ല. മുമ്പൊക്കെ സംഘടിപ്പിച്ചു പോയിരുന്നെങ്കിൽ തിരുത്തിയിട്ടുണ്ട്. കാരണം മതസൗഹാർദ്ദ സമ്മേളനം പാടില്ല. മാനവിക സൗഹാർദ്ദ സമ്മേളനം, മതം മനുഷ്യന്റെ സൗഹാർദ്ദത്തിന്, ഇത് രണ്ടും നമുക്ക് പ്രയോഗിക്കാം. എന്തുകൊണ്ട് മതസൗഹാർദ്ദ സമ്മേളനം എന്ന് പറഞ്ഞുകൂടാ? ഇപ്പൊ നമ്മളൊരു പുതിയ നൂറ്റാണ്ടിലാണ്, കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ തിരുത്തേണ്ടവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു വാചകത്തെ കുറിച്ച് പറയുണ്ടായി. ആ വാചകം ഇങ്ങനെയാണ്, അത് ഇതിനോട് ചേർത്ത് പറയേണ്ടതാണ്. ഖുർആനിലെ ഒരു വാചകം ഇന്ത്യയുടെ പാർലമെന്റിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം പടച്ചോൻ അവരെ മാറ്റൂല. അതായത് ശ്രീദേവിയായാലും ശാരദയായാലും ബഷീറായാലും സുബൈറായാലും ആയിഷക്കുട്ടിയായാലും അവരുടെ സമീപനം മാറാനും മാറ്റാനും അവർ തയ്യാറാകണം. അപ്പൊ ദൈവം അവരിൽ ഇടപെടും. അല്ലാത്ത മിറാക്കളൊന്നും ദൈവം ഉണ്ടാക്കൂല. കാരണം മനുഷ്യന് നന്മയും തിന്മയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ നല്ലത്, എന്താ ചീത്ത. പാലും തേനും വെച്ചു ഒരു ഭാഗത്ത്, പാലും തേനും വെച്ചു, അപ്പുറത്ത് വിഷവും വെച്ചു. ഇത് വിഷമാണ്, ഇത് തേനാണ്, ഇത് പാലാണ്. പാലിനേക്കാൾ മെച്ചമാണ് തേൻ. തേനും പാലും കുടിക്കാം, പക്ഷേ വിഷം കുടിക്കരുത്. അത് ചിന്തിക്കാനുള്ള മനസ്സും കൊടുത്തു, ബുദ്ധിയും കൊടുത്തു. എന്നിട്ടും ഒരാൾ വിഷം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അവനെ കുറ്റപ്പെടുത്തുകയല്ലാതെ പ്രപഞ്ചനാഥനെയോ പ്രവാചകന്മാരെയോ വേദഗ്രന്ഥങ്ങളെയോ കുറ്റപ്പെടുത്തിയിട്ട് ഒരർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പഠിക്കാനുള്ള ഒരു സന്നദ്ധത നമ്മൾ കാണിച്ചേ പറ്റൂ. എന്താ മതം, എന്തല്ല മതം? സ്വയം മാറ്റത്തിന് നമ്മൾ സന്നദ്ധരാകണം. ഓരോ കാര്യവും പഠിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. ആരാണ് ദൈവം, എന്താണ് മതം, എന്താണ് വേദഗ്രന്ഥം, വേദഗ്രന്ഥത്തിന് എന്തെങ്കിലും തകരാറുണ്ടോ, വേദഗ്രന്ഥത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അപ്പൊ നോക്കൂ, ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം. സതി സമ്പ്രദായം, സതി സമ്പ്രദായം. ഇപ്പൊ മനുസ്മൃതി എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. മനുസ്മൃതിയിൽ ഏറ്റവും കൂടുതലുള്ളത് മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചു? അത് കേൾക്കുമ്പോൾ ആർക്കും വിഷമം ഉണ്ടാവേണ്ടയില്ല. കാരണം മനുസ്മൃതി സവർണ മേധാവിത്വത്തെ അംഗീകരിക്കുന്ന ആളുകളുടെ രചനയാണത്. മനുഷ്യത്വമുള്ളവരുടെ രചനയല്ല അത്. മനുഷ്യനെ ജാതി തിരിച്ച് ശൂദ്രൻ, വൈശ്യൻ, ചണ്ടാലൻ എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ചതിന്റെ ഒരു വ്യവസ്ഥയാണ്. മനുസ്മൃതി വായിച്ച ആർക്കും അറിയാം. പക്ഷെ മനുസ്മൃതിയിൽ നല്ല വാചകമുണ്ട്, മനുസ്മൃതിയിൽ മനുഷ്യൻ ഉൾക്കൊള്ളാൻ പറ്റാത്തതുണ്ട്. അപ്പൊ മനുസ്മൃതിയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ,
അതായത് ഒരു ബ്രാഹ്മണന്റെ മകത്ത് ഒരു ശൂദ്രൻ മൂത്രയിച്ചു, എന്നാൽ അവന്റെ ലിംഗം മുറിക്കണം എന്ന് മനുസ്മൃതി പറയുന്നു. മനുസ്മൃതിയിലുള്ള വാചകമാണ്. അതുപോലെ തന്നെ ശൂദ്രന്റെ അന്നം ബ്രാഹ്മണന്റെ യശസ്സിനെ, യോഗ്യതയെ ക്ഷയിപ്പിക്കുമെന്ന് മനുസ്മൃതി പറയുന്നു. അതുപോലെ തന്നെ തട്ടാന്റെ ഭക്ഷണം അത് പാടില്ലാത്തതെന്ന് പറയുന്നു. അതുപോലെ തന്നെ ആയുധപ്പണിക്കാരന്റെ ഭക്ഷണം കാഷ്ടമാകുന്നു എന്ന് മനുസ്മൃതി പറയുന്നു. അത് ബ്രാഹ്മണനെ കഴിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് ഇതൊരു സാമൂഹിക വ്യവസ്ഥ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയി. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അതൊക്കെ പണ്ട് പറഞ്ഞു, അത് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കണം, അതിനെ ന്യായീകരിക്കണം എന്ന് വിചാരിക്കേണ്ടയില്ല. അപ്പൊ ഇന്നും നിങ്ങൾ നോക്ക്, മുസ്ലിങ്ങൾക്കിടയിൽ നിലക്കുന്ന കുറെ തിന്മകൾ, അതിലൊന്നാണ് ഖബർ പൂജ. മഹാന്മാരുടെ ഖബറുകൾ കെട്ടിയുയർത്തുക, എന്നിട്ട് ആ ഖബറിൽ ആരാധന നടത്തുക. ഇവിടുത്തെ അവിശ്വാസ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ എല്ലാവർക്കും അറിയാതെ അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, പ്രവാചകൻ പഠിപ്പിച്ചതല്ല, അതിവിടെ നിലനിൽക്കുന്നു. സ്ത്രീധനം ഒരു മതവും പഠിപ്പിച്ചിട്ടില്ല. ഹിന്ദു മതവും പഠിപ്പിച്ചിട്ടില്ല, ക്രിസ്തു മതവും പഠിപ്പിച്ചിട്ടില്ല, ഇസ്ലാമും പഠിപ്പിച്ചിട്ടില്ല. സ്ത്രീധന അപങ്കുരം തുടരുന്ന നമ്മുടെ നാടുകളിൽ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, മുസ്ലിങ്ങൾ സ്ത്രീധനം വാങ്ങുന്നു അതുകൊണ്ട് പറയേണ്ടതല്ല. സ്ത്രീധനം വാങ്ങിയ മുസ്ലിമാണ്, ആ മുസ്ലിമാണ്, നല്ലതൊരു തിന്മയാണ്, അതിനെ എതിർക്കണം. പേര് നോക്കി, ദേശം നോക്കി, ഭാഷ നോക്കി തിന്മയെ മാറ്റി നിർത്തി എതിർക്കാൻ പറ്റില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു തെറ്റ് ചെയ്താൽ അത് തെറ്റാന്ന് പറയാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കഴിയണം. അതുപോലെ തന്നെ ഈ അഹമ്മദ് സാഹിബിന് കഴിയണം, തങ്ങന്മാർക്ക് കഴിയണം. അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കഴിയണം. അപ്പോഴേ നാട് നന്നാവൂ. BJP ഒരു തെറ്റ് ചെയ്ത തെറ്റാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറയാൻ സാധിക്കണം. അങ്ങനെ പറയാൻ സാധിക്കാത്ത കാലത്തോളം പാർഷ്യാലിറ്റിയും പക്ഷപാതിത്വവും നിലക്കും. ഇല്ലേ? നിങ്ങൾ ആലോചിച്ചു, അതെന്തുകൊണ്ടാണ്? കക്ഷിത്വം മനുഷ്യനെ അന്ധമാക്കി. എന്ത് തെറ്റാര് ചെയ്താലും അതെന്റെ പാർട്ടിക്കാരനാണെങ്കിൽ, എന്റെ അനുയായിയാണെങ്കിൽ അതിനെ എതിർക്കുക. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം പ്രബലമായി 3 പിരിഞ്ഞു കേരള മണ്ണിൽ. എന്താ ഇതിന് കാരണം? ഞങ്ങളുടെ ആദർശത്തിന്റെ കുറവുണ്ടല്ല, ആദർശത്തിന്റെ കണിശത കൊണ്ടാണ്. ആർക്ക് എന്തും പറയാൻ ഈ പ്രസ്ഥാനത്ത് പറ്റില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഞങ്ങളെ നയിക്കുന്ന പ്രസിഡന്റ് ഇന്നലെ വരെ പഠിപ്പിച്ചതിനെതിരായി ഇന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് യാത്ര തിരിക്കും. കാരണം സത്യത്തിനാണ് വില. നേതാക്കന്മാർ കുറെ കാലം നമ്മളോടൊപ്പം നിന്നോ ഇല്ലേ, അവര് ചോറ് തന്നോ വീട് വെച്ച് തന്നോ എന്ന് ഞങ്ങൾ നോക്കാറില്ല. അതുകൊണ്ടാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി, നിങ്ങൾ നോക്കണം, അവര് ഗ്രൂപ്പിലല്ല, വ്യത്യസ്ത ഉള്ളിലുണ്ട്, പുറത്തില്ല. എന്തല്ലാത്ത അവർക്ക് എന്ത് ആദർശവും പറയാ, ആരും എതിർക്കൂല. നാളെ പിറ്റേന്ന് ഒരു കൂട്ടര് ഒരു തിന്മ നല്ലതാർ അങ്ങനെ തന്നെ, വേറൊരാൾ വേറൊന്നും അങ്ങനെ തന്നെ, ആർക്കും എതിരെ അഭിപ്രായമില്ല. ഞങ്ങൾക്കതല്ല. ഞാൻ ഈ സ്റ്റേജിൽ വെച്ച് പോലും ഖുർആനിനും സുന്നത്തിനെതിരെ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ബഷീർ ഖാൻ തിരുത്തും. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, സമൂഹത്തിൽ നടക്കുന്ന തിന്മകളെ അംഗീകരിക്കുക എന്നതല്ല, തിന്മ ആര് ചെയ്താലും അതിനെ എതിർക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ, ഒരു സത്യപ്രബോധകന്റെ ന്യായമായ കാര്യം. അത് ലോകത്ത് നിലക്കാത്തോണ്ടാണ് നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ അത് ഇന്നെന്ന ആളുകളാണെന്ന് കൃത്യമാണ് ഇവിടെ. ആ ആളുകൾ അവരെ തുറന്നെതിർക്കുക, അതിനെ അംഗീകരിക്കാതിരിക്കുക, എങ്കിൽ നാട് നന്നാവും. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തീവ്രവാദത്തെ എതിർത്ത സംഘടന മുജാഹിദ് പ്രസ്ഥാനമാണ്. എന്തുകൊണ്ട്? ഇസ്ലാം അത് അനുവദിക്കാത്തോണ്ടാണ്. അല്ലാതെ ഈ രാജ്യത്തിലെ ഏതെങ്കിലും ആളുകളോട് ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള വിരോധമോ സങ്കുചിതമായ മനോഭാവമോ ഒന്നും നമുക്കില്ല. അങ്ങനെ ഉണ്ടാവാനും പാടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അവിടെയാണ് നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ പഠിക്കേണ്ടത്. എങ്ങനെ സതിസമ്പ്രദായം ഉണ്ടായി? എങ്ങനെയാ സതിസമ്പ്രദായം ഉണ്ടായത്? സതിസമ്പ്രദായം ഉണ്ടായത് വേദത്തിന്റെ വാചകത്തിൽ അഥവാ നിലനിന്ന സൂക്തങ്ങളിൽ പൗരോഹിത്യം സ്വാർത്ഥ താല്പര്യത്താൽ ചില ആളുകളുടെ ഒത്താശകളോടെ പണക്കാരുടെയും പൗരോഹിത്യവും ഒന്നു ചേരുമ്പോ അവിശുദ്ധമായ ഒരു ബന്ധമുണ്ടാവും. അതായത് ഏത് കാലഘട്ടത്തിലും എങ്ങനെയാണ്? പ്രമാണിമാരും പണ്ഡിതന്മാരും ഒന്നിച്ചു ചേരുമ്പോൾ അവർക്കിടയിൽ പല അവിശുദ്ധമായ ബന്ധങ്ങളും ഉണ്ടാകും. കാരണം മത നേതാക്കന്മാരുടെ കയ്യിൽ ഒരുപാട് വോട്ടുണ്ടാവും, പണക്കാരുടെ കയ്യിൽ പണം ഉണ്ടാവും. അവർ രണ്ടുപേരും കൂടി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുന്നതാണ് ലോകത്ത് കിടക്കുന്ന പലതിന്റെയും. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് നടന്ന കലാപങ്ങളൊക്കെയും ഏതിന്റെ പേരില? മതം സമൂഹം സ്വയം ഉണ്ടാക്കി. അതിനൊക്കെ രാഷ്ട്രീയമായ ചില കാരണങ്ങളുണ്ട്. ഏത് കാലഘട്ടത്തിലും. ഇപ്പൊ കഴിഞ്ഞ വളയം, നാദാപുരം വളയത്തായിരുന്നു കഴിഞ്ഞ ദിവസം മാനവ സൗഹാർദ്ദ സമ്മേളനം. 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ സമ്മേളനത്തിൽ ഗൗരവമായി CPM-ന്റെ, BJP-യുടെ, RSS-ന്റെ എല്ലാവരെയും നമ്മൾ വിളിച്ചു. എല്ലാ നാട്ടിലും നമ്മൾ ഇനി വിളിക്കുകയും ചെയ്യും. വിളിക്കേണ്ട കാലഘട്ടമാണിത്. പരസ്പരം തുറന്നു പറയാൻ, തുറന്ന് സംവദിക്കാൻ, അത് ഏറ്റവും നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാൻ, വിമർശനങ്ങളെ ആരോഗ്യപരമായി നെഞ്ചിലേറ്റാൻ
വസ്തുതാപരമായി വൈകാരികതകൾക്കപ്പുറത്ത് വിചാരതലത്തിന്റെ പിൻബലത്തോടെ അതിന് മറുപടി പറയാൻ സാധിക്കുന്നൊരവസ്ഥാവിശേഷത്തിലേക്ക് തുറന്ന ഹൃദയത്തോടെ ആളുകൾക്ക് എന്ന് സാധിക്കുന്നുവോ അന്ന് അല്ലെ സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് പറഞ്ഞില്ലേ. ഏത് ദ്രോഹിക്കുന്നവനെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു പ്രത്യേക ശാസ്ത്രം. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. കുമാരനാശാന്റെ വരികളാണ്. സ്നേഹത്തിൽ നിന്നാണ് ലോകം ഉണ്ടായത്, സ്നേഹത്താലാണ് ലോകം അഭിവൃദ്ധി പ്രാപിക്കുന്നത്, സ്നേഹത്തിലൂടെയാണ് ലോകം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഉണ്ണി നീ സ്നേഹിക്കൂ, നിന്നെ ഉപദ്രവിക്കുന്ന പോലെ പോലും. അതല്ലേ ശ്രീരാമനിൽ ഉണ്ടായത്? ശ്രീരാമൻ ഒരു അക്രമകാരിയായിരുന്നോ? ആയിരുന്നോ? പരിശോധിക്കപ്പെടേണ്ടതാണ്. ശ്രീരാമൻ ആരാധനാലയം തകർക്കാൻ കൂട്ടുനിൽക്കൂ? ഞാൻ ലളിതമായ ഒരു കാര്യം പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യേശു ക്രിസ്തുവും ശ്രീരാമനും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു എന്ന് വിചാരിച്ചോ? വളരെ ഗൗരവമായ ഒരു പോയിന്റാ പറയുന്നത്. അതായത് ശ്രീരാമൻ തിരിച്ചു വന്നാൽ, ഞാൻ പറയുന്നു, ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമജന്മഭൂമി സ്ഥാപിക്കുന്നതിനെ എതിർത്തുകൊണ്ട് മുസ്ലിങ്ങളുടെ കൂടെ ഒന്നാമത്തെ വരിയിലെ നേതാവ് ശ്രീരാമനായിരിക്കും. എങ്ങനെ? രാമൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? കലാപകാരി ആണോ? ഭാരതജന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പോയി വാൽമീകം എന്ന് പറഞ്ഞ പുറ്റാണ്, മൺപുറ്റ്. ആമരം ഈമരം ആമരം ഈമരം ആമരം ഈമരം ആമരം ഈമരമാണ് രാമ 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 രാമയായി തീർന്നത്. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം രഞ്ജിപ്പുണ്ടാക്കുന്നവനാണ്, രമിപ്പിക്കുന്നവൻ എന്നാണ്, തമ്മിൽ തല്ലുകൂടുന്നവരെ ഒന്നിപ്പിക്കുന്നവൻ എന്നാണ്. എങ്കിൽ പറയൂ, ശ്രീരാമൻ എന്ന് ഇന്ത്യ രാജ്യത്ത് വന്നാൽ ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരെ ആദ്യത്തെ ശബ്ദം ശ്രീരാമന്റേതായിരിക്കും. ഞാൻ പഠിച്ച ശ്രീരാമൻ അതാണ്. മനസ്സിലായോ? ശ്രീരാമൻ എന്ന പദത്തിന്റെ അർത്ഥത. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ? രാമായണത്തിലെ ശ്രദ്ധേയമായ ചില ഭാഗങ്ങൾ. ആ ഭാഗങ്ങൾ എങ്ങനെ? വിദ്യാവാചാസ്പതി വി പനോളി വാൽമീകിയുടെ രാമൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. വായിക്കണം എല്ലാരും. പല ഒരു ആവർത്തിച്ച് വായിച്ച് മനസ്സിൽ സ്വാധീനിച്ച വാക്കുകളെ ഞാൻ പറയുന്നു. ശ്രീരാമനെ കാട്ടുപോകാൻ പറഞ്ഞു ദശരഥ മഹാരാജാവ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ആഗ്രഹിച്ചിട്ടല്ല, ഇഷ്ടപ്പെട്ടിട്ടല്ല, ഒരു വരം ചോദിച്ചിരുന്നു. ഭാര്യ, 3 ഭാര്യമാർ, കൈകേയി, കൗസല്യ, സുമിത്ര. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിങ്ങൾ 2 കെട്ടികളാണ് 3 കെട്ടികളാണ് എന്ന് വിമർശിക്കുന്നവരോട് ദശരഥ മഹാരാജാവിന് 3 സ്ത്രീകൾ ഭാര്യമാരായി ഉണ്ടായി ഇല്ലേ? 1,26,000-ലധികം ഭാര്യമാർ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു. അല്ലെ, ആലോചിച്ചു നോക്ക് നിങ്ങൾ. 16,000 ഭാര്യമാർ, 1,26,000-ഓളം മക്കൾ. ഇതൊക്കെ ഇതിലുള്ളതാണ്. ഞാൻ പറയുന്നത്, ഒന്നിലധികം വിവാഹം ചെയ്ത കാലഘട്ടങ്ങളൊക്കെ വരണ്ടേയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി ക്രൂശിക്കുന്ന ഒരു വർഗീയ സ്വഭാവം, വസ്തുതകൾ പഠിക്കാത്ത സ്വഭാവം നമ്മൾ അവസാനിപ്പിച്ചാൽ നമ്മുടെ നാട് നന്നാവും, നമ്മൾ നന്നാവും. ആർക്കും നമ്മൾ മുതലെടുക്കാൻ കഴിയില്ല. അതായത് ഒരു RSSകാരന്റെ തെറ്റാന്ന് ധൈര്യമായി പറയാൻ കഴിയണം. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. അതിന് സാധിച്ചത് വിശുദ്ധ ഖുർആനാണ്. വലാ യജ്രിമന്നകും ശൻആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു അദിലു ഹുവ അഖ്റബു ലിത്തഖ്വാ. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. വല്ലാത്തൊരു ഖുർആൻ വചന. ഒരു വിഭാഗത്തോട് നമുക്ക് ഈർഷ്യതയുണ്ട്, വെറുപ്പുണ്ട്, എന്നാലും അവരോട് അനീതി ഒരിക്കലും ചെയ്യരുത് എന്നാ ഖുർആൻ പറയുന്നത്. ഖുർആന്റെ 5-ാം അധ്യായം 8-ാമത്തെ വചനം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിടത്തേക്ക് മടങ്ങി പോവുകയാണ്. ശ്രീരാമനെ കാട്ടിൽ പോകുന്ന സമയത്ത് ലക്ഷ്മണന് കോപമുണ്ടായി. കാരണം ലക്ഷ്മണന് അപാരമായ സ്നേഹമായിരുന്നു രാമനോട്. ഈ സ്നേഹം മനുഷ്യനെ അന്ധനാക്കും. ചില ആളുകളോടുള്ള സ്നേഹം, ബന്ധം ആളുകളെ അന്ധനാക്കും. അപ്പൊ ചില ആളുകൾക്ക് തോന്നും, ചില ആളുകൾ പ്രധാനമന്ത്രിയായാൽ ഇന്ത്യ ഉഷാറായി പോകുന്നു. ഇല്ല എന്ന് മനസ്സിലായിക്കൂടി. ഇത്തവണത്തെ ആ പ്രതീക്ഷ ഇല്ല എന്ന് ഞാൻ പറയും. എന്റെ അനുഭവം മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആത്മാവ് പൊറുക്കില്ല. അത് എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയുടെ ആത്മാവ് അതാണ്. കൊല്ലലിന്റെയും കൊലവിളിയുടെയും ആത്മാവല്ല ഇന്ത്യയുടേത്. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം എന്നത് ലോകോത്തര തത്വമാണ്. ലോകോത്തര തത്വം. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം. ലോകമാണ് തറവാട്.
വസുദൈവ കുടുംബകം ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. സർവ്വലോകങ്ങളിലെയും സർവ്വചരാചരങ്ങളും സുഖം ഭവിക്കട്ടെ, ഒരു പ്രാണിക്ക് പോലും ഒരു പ്രയാസം ഉണ്ടാവരുതെന്ന് പ്രത്യാശിച്ച രാജ്യമല്ലേ ഇത്? ഈ രാജ്യത്ത് മുസ്ലിമിന്റെ രക്തം വീണുകൂടാ, ഹിന്ദുവിന്റെ രക്തം വീണുകൂടാ, ഒരു മനുഷ്യന്റെയും രക്തം അകാരണമായി ഈ ഭൂമിയിൽ ചിന്തിക്കൂടാ. ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റി എറിഞ്ഞുടക്കിയെന്നൊക്കെ പറഞ്ഞാൽ അതിന് രാഷ്ട്രീയമായി ചെറുതാക്കാൻ പറ്റില്ല. ഇനി അതൊരു താടി വെച്ചവനെ എറിഞ്ഞെങ്കിലോ, ഇന്ത്യൻ മുജാഹിദീന്റെ വ്യക്തി മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നായിരിക്കും വാർത്ത. ഈ സൂക്കേടിന്റെ പേര് വേറെയാണ്. ഞാൻ തീർത്തു പറയുന്നു, ക്ഷമിക്കണം. ഈ ഒരു സൂക്കേട് വേറെയാണ്. ഞാൻ പറഞ്ഞു 51 വെട്ട് രാഷ്ട്രീയക്കാർക്ക് വെട്ട ഒരാളെ, അത് തീവ്രവാദമല്ല, അതൊക്കെ രാഷ്ട്രീയ കൊടുക്കലുകളും വാങ്ങലുകളും. ഒരു വെട്ട് വെട്ടണ്ട, വെറുതെ ഒരു കത്തി ഒരു മുസ്ലിം വെറുതെ ഒരു മുയലിനെ കിട്ടി അറക്കാന്ന് വിചാരിച്ച് കാറിൽ വെച്ചാലോ, ഇന്ത്യൻ മുജാഹിദീന്റെ 50 വെട്ടുകത്തി വിതരണം ചെയ്തതിൽ ഒന്ന് ഇയാളെ കയ്യിലാണ് എന്നേക്ക് പിറ്റേത്തെ വാർത്ത. എന്താ ഈ മീഡിയകളൊക്കെ ഇങ്ങനെ ആണും പെണ്ണും കിട്ടവരായി പോയത്? വസ്തുത കഴിഞ്ഞ ദിവസം നിങ്ങൾ നോക്ക്, കാശ്മീർ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ശിക്ഷ വിധിച്ചപ്പോ അതിന്റെ പിറ്റേന്ന് പാനൂര് ബോംബ് നിർമ്മാണത്തിന് പൊട്ടിയപ്പോ ഒറ്റടിക്ക് പത്രം എഴുതി NDF-കാരാണെന്ന് സംശയിക്കുന്നു. ഞാൻ അന്ന് തന്നെ പ്രസംഗിച്ചു, NDF-കാരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തെളിയുകയും ചെയ്തു പിറ്റേന്ന്. ഇന്ന് NDF-കാർക്ക് പലപ്പോഴും തെറ്റ് പറ്റിയിട്ടില്ലേ? അതുണ്ട്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. തെറ്റ് ശരി. കാന്തപുരം ശരി ചെയ്താൽ ശരി. ഇവിടെ ബഹുമാനരായ നമ്മുടെ അതിഥികൾ അവരും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം അതിന്റെ ശരിയാണ്, തെറ്റാണ്. മുസ്ലിം സംഘടനകളുടെ ശരി, തെറ്റ് അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു കാലം വരൂ. അങ്ങനെ വരുന്ന ഒരു ഇന്ത്യയാണ് ഇനി വരും നൂറ്റാണ്ടിൽ വേണ്ടത്. ഇനി മഹാത്മാഗാന്ധി വരില്ല, ഇനി ബാലഗോപാലാചാര്യ വരില്ല, ഇനി വല്ലഭായി പട്ടേൽ വരില്ല, അബ്ദുൽ കലാം ആസാദ് വരില്ല, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ വരില്ല, മൗലാന മുഹമ്മദ് അലി ജൗഹർ വരില്ല. അവരാരും ഇനി തിരിച്ചു വരില്ല. ഇനി വെള്ളക്കുപ്പായവും വെള്ളച്ചട്ടും വെള്ളത്തുണിയും ഒക്കെ കൊടുത്ത കുറെ മനുഷ്യന്മാരുണ്ടാവും, മതത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആളുകൾക്ക് പ്രതീക്ഷ നൽകും വിധം അവർക്ക് ഉയരാൻ കഴിഞ്ഞാൽ അതാണ് ഈ രാജ്യത്തോട് ചെയ്യുന്ന സേവനങ്ങളിൽ ഏറ്റവും മൗലികമായത് എന്നൊരു വിനീതനായ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ പറയും. അതുകൊണ്ട് നമുക്ക് രാമായണത്തിൽ ഒരു ശ്രദ്ധേയമായ ഭാഗത്തെ കടന്നു പോകാം. ഐക്യപ്പെടാനേ ഞാൻ പറയും. നമ്മൾ മനസ്സിലാക്കുന്ന തെറ്റിപ്പോയാൽ തിരുത്തണം എന്നാ പറയുന്നത്. ആ തിരുത്തലിന്റെ ഭാഗമായിട്ടാ പറയുന്നത്. കാരണം നമ്മുടെ ഒരു പ്രാർത്ഥന എന്താ? ആന്തരികമായ ഒരു പ്രാർത്ഥനയുണ്ട് ഭാരതീയന്. അതെന്താ? ഓം അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ഈ ഓം എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ സാധാരണ വിചാരിച്ചു RSS ഒരു ചിഹ്നാണത്. അല്ലാന്ന് ഞാൻ പറയുന്നു. എന്താ പത്ര ബലം? എന്താ ഉറപ്പ്? അറിവിന്റെ ഉറപ്പ് തന്നെ. അറിവ് ഒരു വലിയ ആയുധമാണ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. വിദ്യ ഒരു വല്ലാത്തൊരു സംഭവമാണ്. വിദ്യ ഉണ്ടെങ്കിൽ ആരെയും തോൽപ്പിക്കാൻ കഴിയില്ല. വളരെ പ്രധാനവുമാണത്. കരാട്ടയും കളരിയും ഇടത് മാറി വലത് മാറി മാറിക്കെട്ടി വലിഞ്ഞമർന്നു ഒന്നുമില്ലാതെ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരെ പേടിപ്പിച്ചില്ലേ? അല്ലേ? മെലിഞ്ഞുണങ്ങി വടിയും കുത്തിപ്പിടിച്ച ഒരു മനുഷ്യനെ ബ്രിട്ടീഷുകാർക്ക് എന്തൊരു പേടിയായിരുന്നു. നേരെ മറിച്ച് നമ്മുടെ നാട്ടില് ജിംനാസ്റ്റിക് തന്നെ കുറെ ബോർഡുണ്ട്. ആർക്കെങ്കിലും പേടിയുണ്ടോ? ആർക്കും പേടിയില്ല. കാരണം വെറുതെ ഉള്ള മസിലാണ്. പിന്നെ ചിക്കൻ കടിച്ചാൽ ചെയ്യേണ്ടതേ ഉള്ളൂ. ആരടാന്ന് ചോദിച്ചാൽ ഓന്റെ മസിലൊക്കെ കുറഞ്ഞു. മഹാത്മാഗാന്ധിയല്ല, വടി കുത്തിപ്പിടിച്ചാൽ പിടിച്ച പോലെ ഉണ്ടാവും. വട്ടമേശ സമ്മേളനത്തിലും ലോകരാജ്യങ്ങളിലും മഹാത്മാഗാന്ധിയുടെ ഇച്ഛാശക്തി, മഹാത്മാഗാന്ധിയുടെ ആദർശബോധം, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. I was not regarded as a bright boy at the school, but I always enjoyed the affection of my teacher. Certificate of progress and character used to be sent to the parents every year. I never had a bad certificate. മഹാത്മാഗാന്ധിയുടെ വാക്കാണ്. ഞാനും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. മഹാത്മാഗാന്ധി പറയാണ്, ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് നല്ല മാർക്കൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ but I always enjoyed the affection of my teacher. But I always enjoyed the affection of my teacher. എന്റെ അധ്യാപകരുടെ, എന്റെ ടീച്ചേഴ്സിന്റെ വാത്സല്യപൂരമായ എന്റെ നന്മയെക്കുറിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ എനിക്ക് കിട്ടിയിരുന്നു. I never had a bad certificate. എനിക്കൊരു ചീത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. ഇന്നോ മകൻ എവിടെയാ? ബാംഗ്ലൂര്. ഓൻ എഞ്ചിനീയറിംഗിനാ, 3-ാം വർഷ, 1-ാം റാങ്കാണ്. തെമ്മാടിത്തത്തിലോ 1-ാം റാങ്കിന്റെ അപ്പുറത്ത്. നമ്മുടെ ഇന്നത്തെ കാലത്ത് പഠിപ്പിലും മുന്നിൽ, തെമ്മാടിത്തത്തിലും മുന്നിൽ. അപ്പൊ പഠിപ്പുകൊണ്ട് കിട്ടണ്ടേ തെമ്മാടിത്തം ഇല്ലാതാകല. ഒരു കാര്യം മനസ്സിലായി, ആധുനിക വിദ്യാഭ്യാസ റാങ്ക് കൊടുക്കുന്നുണ്ട്, മനുഷ്യനുണ്ടാക്കിയില്ല. സത്യല്ലേ? ഏറ്റവും കൂടുതൽ റാങ്കിങ് ചെയ്യുന്ന ആരാ? റാങ്കിങ് എന്ന് പറഞ്ഞാൽ മനുഷ്യത്തല്ലായ്മയുടെ ഒരു ഉദാഹരണ.
എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അല്ലേ? നിഷേധിക്കാൻ കഴിയോ ആർക്കെങ്കിലും? മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞോ? പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, മഹാത്മാഗാന്ധി വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞ എന്താ? അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നു ചിലർ എന്ന് പൂന്താനം പറഞ്ഞ വെറുതെയാ? അറിയേണ്ടതെന്തോ അതറിഞ്ഞില്ല, അറിയേണ്ടതാത്തതൊക്കെ അറിഞ്ഞു. പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ എൻ്റെ മക്കളോട് വരെ ചോദിക്കും, മക്കളെ മനുഷ്യനാകാൻ പറ്റിയ വല്ലതും നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോന്ന്. ഗത്യന്തരമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മക്കളെ പറഞ്ഞേക്കണത്. പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസം നമുക്ക് അവിടെ ഇരിക്കുക. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന മനുസ്മൃത തത്തനുസരിച്ച് ഗുരുനാഥന്റെ മുമ്പ് പോയി ഇരിക്കുക. സ്വാമി വിവേകാനന്ദനൊക്കെ ഇരുന്ന പോലെ ശ്രീരാമ പരമഹംസന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി കണ്ണടച്ച് ദാനിനമഗ്നായി വിവേകാനന്ദൻ ഇരുന്നു. അതുകൊണ്ടാ ലോകത്തിന് യശസ് ലോകത്ത് പിന്നെ അദ്ദേഹത്തിന്റെ യശസ് ഉയർന്നത്. അനുകൂലവും പ്രതികൂലവുമായി ചർച്ചയുണ്ട്, വിയോജിപ്പുകളുണ്ട്, യോജിപ്പുകളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കുള്ള ഞാൻ പറയുന്നത്, നമ്മളൊരു ഇച്ഛാശക്തിയോടുകൂടി ഇനിയുള്ള കാലത്ത് പ്രവർത്തിക്കണം. അപ്പൊ ഞാൻ തന്നെ എനിക്ക് അത്ഭുതത്തോടുകൂടി ഏതൊരു മനുഷ്യനും തിരിയുന്ന കാര്യമാണല്ലോ, എന്താണ് കേന്ദ്രത്തിലെ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു രാമജന്മഭൂമി ഒന്ന് ഉഷാറാക്കല്. അത് ശ്രദ്ധിച്ചോ? രാമഭക്തി ഏറ്റവും കൂടുതൽ ഒരിക്കലപ്പെടാ BJP ഒക്കെ അധികാരത്തിൽ വരാൻ മത്സരിക്കുമ്പോൾ അത് എന്നെ പോരെ ഒരു ഹിന്ദുവിന് വെളിച്ചം കിട്ടാൻ? രാമനോടുള്ള ഇഷ്ടമല്ല, അധികാരത്തിന്റെ കസേരയോടുള്ള വല്ലാത്ത ഇഷ്ടമാണ്. രാമനെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചെന്ന് തിരിച്ചറിയാൻ വലിയ കാര്യമൊന്നും വേണ്ട. ബാബരി ഇലക്ഷൻ വരുന്ന സമയത്ത് മുസ്ലിങ്ങളും പറയും, ബാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിന്റെ അർത്ഥം എന്താ അറിയോ? നിങ്ങളെല്ലാവരും വോട്ടിരി കസേര എന്നേക്കായിട്ട് ഉറപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. സത്യത്തിൽ ഉണ്ടാവുന്ന അതല്ലേ? ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുക, നിങ്ങളൊന്നും അതാണെന്നൊന്നല്ല കേട്ടോ, പറഞ്ഞു മാപ്പാക്കണം. പൊതുവെ ഈ രാജ്യത്ത് പലപ്പോഴും രാഷ്ട്രീയ ആളുകൾക്ക് എന്താണ് നന്നായി ഇടപെടണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ കഴിയാത്ത വിധം നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയും മതവ്യവസ്ഥയും ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. അതിന് ഉദാഹരണം ഞാൻ പറയുന്നത്, സതി സമ്പ്രദായം നിലവിൽ വന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ രാമനെ കുറിച്ചും ഒക്കെ അറിയുമ്പോൾ ചില പോയിന്റുകൾ നമുക്ക് ഈ സൗഹാർദ്ദ സമ്മേളനത്തിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുന്നതിനെ വിലയിരുത്തിയാൽ നമ്മളൊന്നാവും. അറിവ് കേടാണ് നമ്മളെ ഭിന്നിപ്പിച്ച് കളഞ്ഞ് അല്ലേ? അറിവ് ഇതെന്റേത്, ഇത് നിന്റേത്, ഞങ്ങളത് മാത്രം നിങ്ങളുടെ പോക്കാണ് എന്ന് വന്നതിന് എന്തുകൊണ്ടാണ്? അത് ഈ അറിവില്ലായ്മ കൊണ്ടാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, രാമായണ സമയത്തുണ്ടായ ഒരു സംഭവത്തെ നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കോളൂ. രാമനെ കാട്ടിൽ പറഞ്ഞേ നല്ല ബോധത്തോടെ സന്തോഷത്തോടെ അച്ഛന്റെ കൽപ്പന ശിരസാ വഹിക്കുകയാണ് ശ്രീരാമൻ. ഒരെതിർപ്പില്ല. അധികാര കസേര ഒഴിയുന്നതിന് ഒരു മനസാക്ഷിക്കുത്തും ശ്രീരാമനില്ല. അതുകൊണ്ട് തന്നെ ശ്രീരാമൻ കാട്ടുപോകാൻ 14 വർഷത്തെ വനവാസത്തിന് സീതയെയും കൂട്ടിപ്പോവുകയാണ്. ഭരതൻ പിന്നാലെ ചെന്നു. ചെരുപ്പ് അവിടെ വെച്ചു. ഭരതൻ പറഞ്ഞു, ഇല്ല ഞാൻ ഭരിക്കില്ലേട്ടെ, ശ്രീരാമനില്ലാതെ ഞാൻ ഇവിടെ ഭരിക്കില്ല എന്ന് പറഞ്ഞൊക്കെ വേദനിച്ചു. ആ സമയത്ത് ശ്രീരാമൻ പറയുന്ന ഒരു വാചകമുണ്ട്, വിദ്യാവാചാസ്പതി വി പനോളി പറയാണ്. രാമൻ പറഞ്ഞു ഭരതനോട്, ഭരത, അച്ഛന്റെ കൽപ്പന ശിരസാ വഹിച്ച ഒരു മകനെ രാമനിലൂടെ ലോകം കാണണം. അച്ഛനെ ധിക്കരിച്ച മകനായിട്ടല്ല രാമന് ലോകം അറിയേണ്ടത്, അച്ഛനെ അനുസരിക്കുന്ന ഒരു മകൻ. അങ്ങനെ രാമനിലൂടെ അച്ഛനമ്മമാരെ അനുസരിക്കുന്ന മക്കൾ. അങ്ങനെ ഒരു തത്വം രാമായണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരു തത്വം പഠിപ്പിച്ചു അവിടെ തീർന്നില്ല. പക്ഷെ ലക്ഷ്മണന്, അവിടെയാണ് ഞാൻ പറയുന്നത്, ലക്ഷ്മണനുണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തിലെ സ്വഭാവം ഇന്ത്യയിലെ ചിലർക്കുണ്ടായി. അത് ഈ രാജ്യത്തിന്റെ ദുരന്തത്തിന്റെ കാരണം. ലക്ഷ്മണനെ പിന്നെ രാമൻ തിരുത്താൻ ശ്രീരാമൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ചിലരെ തിരുത്തല്ല, തിരുത്തേണ്ടവർ അവരെ ആ അന്ധതയിൽ ഉറപ്പിച്ചു നിർത്താൻ. ഒരു ഉദാഹരണം പറയാം. മാറാട് കലാപം ഉണ്ടായപ്പോ പ്രവീൺ ഭായ് തൊഗാഡിയ വന്നു. തൊഗാഡിയ പറഞ്ഞത് മാറാട് ഗുജറാത്ത് ആക്കണം. ഇപ്പൊ ജയിലിൽ കഴിയുന്ന ഒരു മുസ്ലിം നേതാവ് മൈദനി, അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിലെ പ്രസംഗം ഇപ്പൊ അദ്ദേഹത്തോട് ചെയ്യുന്ന അനീതിയാണ്. അതിൽ സംശയമൊന്നുമില്ല. തെറ്റിന് ശിക്ഷിക്കണം, തെറ്റുന്നതാന്ന് പറയണം, ഇത്ര കാലം ശിക്ഷ എന്ന് പറയണം. അതല്ലാതെ അയാളെ പിടിപ്പിക്കരുത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ലോ ലംഘനമാണ്. യാതൊരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. അതാരായാലും ഏത് പേരിലുള്ള ആളായാലും അയാൾ എന്താ ചെയ്തതെന്ന് അയാളെ ബോധ്യപ്പെടുത്തണം. ഇന്നെന്ന തെറ്റുകൾ സോളിഡ് എവിഡൻസ് കൊണ്ട് ബോധ്യപ്പെടുത്തി ഇത്ര കാലത്തെ ശിക്ഷ എന്ന് പ്രഖ്യാപിക്കണം. ശിക്ഷ പ്രഖ്യാപിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഒരു തരം വിരോധാഭാസമാണ് എന്നതിൽ യാതൊരു സംശയവും ഇപ്പൊ ആർക്കുമില്ല. ഞാൻ പറയുന്നത്, മൈദനി ഒരു കാലഘട്ടത്തിൽ 1 ലിറ്റർ ചോര ഒഴിക്കാൻ ഇത്രേ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ചെയ്യുമെന്ന് പറയുന്ന തീവ്രവാദപരമായ സമീപനം. ഒരിക്കലും അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ ഹിന്ദുക്കളെ ഞങ്ങളെ കെട്ടുകെട്ടിച്ചാൽ ഞങ്ങൾക്ക് പോകാൻ ഒരുപാട് 52ഓളം അറബ് രാജ്യങ്ങളുണ്ട്.
ക്രിസ്ത്യാനികൾ നിങ്ങൾ കെട്ടിക്കടിച്ച ഒരുപാട് ക്രിസ്ത്യൻ രാജ്യമുണ്ട്. ഞങ്ങൾ പെട്രോൾ ഒഴിക്ക് നിർത്തിയാൽ ഇന്ത്യ രാജ്യം കാളവണ്ടി യുഗത്തിലേക്ക് പോകേണ്ടി വരും. ഇത് വൈകാരികതയാണ്. ഈ വൈകാരികത ഒരു രാജ്യത്ത് സ്വസ്ഥത ഉണ്ടാക്കൂല, സ്വസ്ഥതക്കേട് ഉണ്ടാക്കുക. തീവ്രവാദ പ്രവർത്തനങ്ങൾ സ്വസ്ഥതക്കേട് ഉണ്ടാക്കുക. അത് മായുധനി പറഞ്ഞാലും തൊഗാഡിയ പറഞ്ഞാലും അത് നിയന്ത്രിക്കേണ്ടവരാണ് ആര്? ആചാര്യന്മാർ. അത് നിയന്ത്രിക്കപ്പെടുകയല്ല, അതിനെ താലോലിക്കുകയാണ്. ഏതുപോലെ ഒരു കാർ ഓടിച്ചു പോകുമ്പോൾ അതിലൊരു പൂച്ചക്കുട്ടി കുടുങ്ങി, അല്ല ഒരു പട്ടിക്കുട്ടി കുടുങ്ങി, അതുപോലെ എനിക്ക് ഗുജറാത്തിലെ മുസ്ലിങ്ങളെ തോന്നിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഒരാൾ ഈ രാജ്യത്തിന്റെ പരമോന്നതിയിൽ 121 കോടി മനുഷ്യരുടെ നേതാവാകുമ്പോൾ നമ്മൾ സംശയിച്ചു പോകും, നമ്മൾ വേദനിച്ചു പോകും, നമ്മൾ ആശങ്ക പ്രകടിപ്പിച്ചു പോകും. കാരണം എന്താ? ഒരു നായക്ക് നൽകിയ വില മുസ്ലിമിന് നൽകുന്നില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ ആള്, അതിൽ പശ്ചാത്തപിക്കാത്ത ആള്, അദ്ദേഹത്തിന് വേണ്ടി ജനങ്ങൾ വാദിക്കുമ്പോ അവരുടെ മനസ്സിന്റെ ശുദ്ധതയിൽ ആരും സംശയിച്ചു പോകും, ആരും സംശയിച്ചു പോകും. യാതൊരു സംശയ കാര്യത്തിലില്ല. അതുകൊണ്ട് തന്നെ തെറ്റിനെ തെറ്റ് എന്ന് പറയാൻ, കോടാലിയെ കോടാലി എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നവനല്ല, ഇന്ന് വരെ, നാളെയും ഞാൻ ആഗ്രഹിക്കണില്ല. ഇவ்விധം ആയുസിട്ട കാലം അത്രയും കടന്നു പോവുക എന്നാണ് ഞാൻ പറയുന്നത്. ഈ വസ്തുതയിൽ ശ്രീരാമനെ കാട്ടു പറഞ്ഞേച്ചപ്പോൾ ലക്ഷ്മണന് കോപം വന്നു. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ എന്റെ കാമവിവശനായ എന്റെ അച്ഛനെ ഞാൻ കൊല്ലും. നിങ്ങൾ ആലോചിക്കണം, ലക്ഷ്മണൻ പറയാണ്, കാമവിവശനായ എന്റെ അച്ഛനെ ഞാൻ കൊല്ലും. എന്റെ അരയിലെ വാള് അലങ്കാരത്തിനുള്ളതല്ല, എന്റെ ആവനാഴിയിലെ അമ്പ് വാർദ്ധക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനുള്ളതല്ല. ഇത് രണ്ടും ഉപയോഗിച്ച് ഞാൻ അച്ഛനെ കൊല്ലും. ഈ അവിവേകികളോട് മിണ്ടരുത് എന്നാ. ശ്രീരാമൻ ഒന്നും മിണ്ടിയില്ല. ശ്രീരാമൻ ആ വൈകാരികതക്കൊന്നും മറുപടിയും പറഞ്ഞില്ല, മിണ്ടിയതുമില്ല. ചിത്രകൂടത്തിൽ വന്നു. ചിത്രകൂടത്തിൽ വന്നപ്പോ രാമൻ ചോദിച്ചു, വത്സാ സൗമിത്രേ കുമാരാ, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. സംസാരകാരിണി ആയത് വിദ്യയും സംസാര നാശിനി ആയത് വിദ്യയും. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്ക. നീ പഠിപ്പിച്ചു കൊടുക്കണം. അതായത് ലക്ഷ്മണനോട് പറയണം, വത്സാ സൗമിത്രേ കുമാരാ, നീ കേൾക്കണം. അല്ലയോ സുമിത്രയുടെ പുത്ര ലക്ഷ്മണ, ഞാൻ പറയണേ, നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. വയലന്റ് ആകല്ലേ, സൈലന്റ് ആക്. സൈലന്റ് ആയിട്ട് ഈ ഏട്ടൻ പറയണ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം. എന്ത്? കേട്ടോളൂ, നിങ്ങൾ ആ വാചകം കേട്ടോളൂ. സംസാരകാരിണി ആയത് അവിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും. അച്ഛനെ കൊല്ലും, ഞാൻ മറ്റോനെ തട്ടിക്കളയും, മറ്റോരെ ആക്രമിച്ചു കളയും, ഇവരെ ഞങ്ങൾ പീഡിപ്പിച്ചു കളയും, അവരെ വീട് ഞങ്ങൾ അഗ്നിക്കിരയാക്കും എന്നൊക്കെ പറയുന്നത് അറിവില്ലായ്മയാകുന്നു ലക്ഷ്മണ. അറിവുണ്ടായിരുന്നുവെങ്കിൽ കൊല്ലും തല്ലും എന്നും നീ പറയുമായിരുന്നില്ല. അകാരണമായി ഒരു മനുഷ്യനെയും കൊല്ലരുത് എന്ന് ശ്രീരാമൻ അവിടെ വെച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. തീർന്നില്ല. ശ്രീരാമൻ വീണ്ടും പറഞ്ഞു, ചച്ചുശ്രവണ ഗളസ്തമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോൽ കലാഹിന പരിഗ്രസ്തമാം ലോകം, ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്ന്. ചച്ചുശ്രവണ ഗളസ്തമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോൽ. അതായത് പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള. എത്ര മനോഹരമാണ് ആ ഉദാഹരണം. പാമ്പിന്റെ വായിൽ തവള, എന്നിട്ടും തവള പുറത്തേക്ക് ഇങ്ങനെ പ്രാണിക്ക് നാവ് നീട്ടുക. പാമ്പ് വായടച്ചാൽ തവളയുടെ ജീവിതം കഴിഞ്ഞു. അതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകം, ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന പാമ്പിന്റെ വായിലകപ്പെട്ട തവള സുഖങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മൾ സുഖങ്ങളെ തേടുന്നു. എന്നിട്ട് പറയാണ്, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാമായി സുമോർക്ക. നീ ഭോഗങ്ങൾ, അതായത് അധികാരം എന്നതൊരു ഭോഗമാണ്, അധികാരം എന്നതൊരു ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പ്രസിഡന്റ് ആകുന്നു എന്ന് പറയൽ ഇഷ്ടപ്പെടും മനുഷ്യരെ ചെല്ല് അല്ലേ? ചില ആളുകൾക്ക് ഞാൻ ഇന്ന ആളാണെന്ന് പറയാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ശ്രീരാമൻ പറയണത്, അധികാരം എന്ന് പറയുന്നത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു സംഗതിയാണ്. ഒരു മിന്നൽ പിണർ പോലെ മനുഷ്യന്റെ ആയുസ്സും കടന്നു പോകും. അതുകൊണ്ട് അധികാരത്തിന്റെ പേരിൽ, അവകാശത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാനല്ല ലക്ഷ്മണ നമ്മൾ വന്നത് എന്ന് പഠിപ്പിക്കുന്ന ആ രാമഭാഗം എനിക്ക് എത്ര സ്ട്രൈക്ക് ചെയ്തു. ബിന്ദു ചേച്ചിക്ക് അത് സ്ട്രൈക്ക് ചെയ്യണം, ശ്രീകൃഷ്ണൻ അത് ശ്രീധരൻപിള്ളക്ക് അത് സ്ട്രൈക്ക് ചെയ്യണം, ലാൽകൃഷ്ണ അദ്വാനിക്ക് അത് സ്ട്രൈക്ക് ചെയ്യണം. അങ്ങനെ സ്ട്രൈക്ക് ചെയ്താൽ ലാൽകൃഷ്ണ അദ്വാനി രഥയാത്ര നടത്തുകയില്ല. ആണ് പോയിന്റ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇപ്പൊ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടൊരു പ്രകടനം, എന്ത് പ്രകടനം ആയിക്കോട്ടെ, മതം എതിർത്തു. ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഇപ്പൊ ഇത്രയും ആളുകൾ ഇവിടെ, എത്ര ആളുകൾ ഇവിടെ ഉണ്ട്, വമ്പിച്ചൊരു പുരുഷാർ ഇവിടെ ഉണ്ട്.
വമ്പിച്ചൊരു പുരുഷാരം ഈ സദസ്സിലും പുറത്തും പരിസരത്തും ഉച്ചഭാഷിണിയുടെ അകലകളിൽ കേൾക്കുന്നുണ്ട്. ഇപ്പൊ മുജാഹിദുകൾ, ഞാൻ പറഞ്ഞു, ഒരു നൂറ്റാണ്ടായി ഇവിടെ. ഈ നൂറ്റാണ്ടിനിടയിൽ എപ്പോഴെങ്കിലും ഞങ്ങൾ ഒരു പ്രകടനം നടത്തുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ നടത്താത്ത? അംഗസംഖ്യയില്ലായിട്ടാ, ആളില്ലായിട്ടാ, അറിയായിട്ടാ? അല്ല, മുഹമ്മദ് നബി ഏതസ്മിന്നന്തരേ മ്ലേച്ഛാചാര്യ സമുന്നിത മഹാമേദിക്കാത ശിഷ്യശാഖ സമുന്നിതം. ഭവിഷ്യൽ പുരാണത്തിൽ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ പറഞ്ഞ ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തിന്റെ നിഴലിൽ ജീവിച്ച പ്രവാചക ചക്രവർത്തി. പ്രവാചകൻ പറഞ്ഞ എന്തറിയോ? ഇമാതത്തുല്ലദാ അനിത്വരീഖി സദഖ. വഴിയിൽ നിന്ന് മാർഗ തടസ്സം നീക്കലാണ് വിശ്വാസിയുടെ ബാധ്യത. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. ഒരു യഥാർത്ഥ വിശ്വാസി ഒരിക്കലും റോഡ് ബ്ലോക്ക് ചെയ്യൂല, വഴി ബ്ലോക്ക് ആക്കൂല. ഞാൻ വളയത്തി എന്നും മെനയാന്ന്. അല്പം ധാഷ്ട്യമുള്ള ആളുകളാണ് അവിടെ ഉള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും. മുസ്ലിം ആയാലും അവിടുത്തെ CPM ആയാലും അവിടുത്തെ BJP ആയിരുന്നാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അകലം, വല്ലാത്തൊരകലം. അവിടെ ബോധ്യപ്പെട്ടു നമുക്ക്. അവിടെ നല്ലൊരു ലഘുലേഖ വിതരണം ചെയ്തപ്പോൾ ആദ്യം എതിർത്താരറിയോ? ഹിന്ദുക്കളും മുസ്ലിങ്ങളും CPM BJP കോൺഗ്രസും ഒന്നുമല്ല, പിന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട കാന്തപുരം AP ഉസ്താദ് മാനവികത പഠിപ്പിച്ച കുട്ടികൾ. എനിക്കത് പറയാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് ആ ലഘുലേഖ വായിച്ചിട്ട് SI ചോദിച്ച, അല്ല മക്കളെ, ഈ ലഘുലേഖക്ക് എന്താ കുഴപ്പം? ഈ ലഘുലേഖ പറയണേ ഒരച്ഛന്റെ അമ്മയുടെയും മക്കളാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും. അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂലേ? ഒറ്റ ദൈവത്തിന്റെ അടിമകളാണ് നമ്മളൊക്കെ, അതുകൊണ്ട് തല്ലരുത് എന്നാ നിങ്ങൾ പറയുന്നത്. തല്ലിക്കോളി കൊന്നോളി വ്യത്യസ്തരാണെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് SI പറഞ്ഞു, ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് വരെ ഇത്ര സന്തോഷം നൽകിയ ഒരു ലഘുലേഖ ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടില്ല. ഈ ലഘുലേഖ കീറിക്കളയ. അതാ ഞാൻ പറഞ്ഞു, എന്ത് തിന്മയോടാണ് നമുക്ക് ആഭിമുഖ്യം. നമ്മൾ എന്താ ചെയ്യുന്നത് അതുപോലും നമുക്കറിയില്ല. ഇപ്പൊ ഇന്നലെ കോഴിക്കോട് ടൗണിനോട് ചേർന്ന് മതാമൃതാനന്ദമായി വരുന്ന വെള്ളിമാട് കുന്നിനോട് ചേർന്ന് അവിടെയായിരുന്നു എന്റെ പ്രഭാഷണം. ആ പ്രഭാഷണം ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി വിഷയങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പോലും അവിടെ അമുസ്ലിങ്ങളോട് ചെന്നിട്ട് മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ പറയാൻ, നിങ്ങളെ പറ്റി എന്തിനാ അയാൾ പറഞ്ഞ്? അയാളെ മതം പറഞ്ഞാൽ പോരെ? നോക്കൂ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മതമാണ്, മാനവ സമൂഹത്തിന് ഒന്നടങ്കം പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ നോക്ക്, ഞാനൊരു കാർഡിയോളജിസ്റ്റാ നിങ്ങൾ വിചാരിച്ചോ? ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റാ ഞാൻ വിചാരിച്ചോ? എന്നാ ഞാൻ മുസ്ലിങ്ങളെ മാത്രമേ നോക്കാൻ പാടുള്ളൂ ആണോ? മുസ്ലിങ്ങളെ മാത്രമേ ഞാൻ നോക്കാൻ പാടുള്ളൂ? ഞാൻ പറയണം, മുസ്ലിമിനെ അല്ലാതെ ഞാൻ ചികിത്സിക്കൂല. എന്റെ ഏറ്റവും വിദഗ്ധ ചികിത്സ ഒറ്റ ഹിന്ദുവിനും കൊടുക്കൂല. എങ്കിൽ ഞാൻ വർഗീയവാദിയല്ലേ? എങ്കിൽ ഞാനല്ലേ വർഗീയവാദി? ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ് നമ്മൾ എന്ന് പറയുന്നതാണ് അതിന്റെ ശരിയായ വശം. അതുകൊണ്ട് തന്നെ ഗൗരവമായ പഠനങ്ങളിലേക്ക്, ഗൗരവകരമായ ചിന്തകളിലേക്ക് നമ്മൾ മാറിപ്പോകേണ്ടതുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവിടെയാണ് സൗഹാർദ്ദത്തിന്റെ ഭൂമിക തേടിയുള്ള നമ്മുടെ സഞ്ചാരത്തിൽ ഒരു വേദങ്ങൾ മാറ്റിമറിച്ചതിന് ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, സതിസമ്പ്രദായം നിലവിൽ വരാനുള്ള കാരണം ഒരു ശ്ലോകത്തിന് മാറ്റം വരുത്തിയതാണ്. ഒരു പദം മാറ്റി. അതായത് അഗ്രേ തദ്ഗച്ഛതി ഭവതി, അല്ലയോ ഭവതി നീ മുന്നോട്ട് ഗമിച്ചുകൊള്ളൂ. ഭർത്താവ് മരിച്ചാലും ഭർത്താവിന്റെ ചിതയിൽ ചാടി മരിക്കേണ്ടതില്ല, മുന്നോട്ട് ഗമിച്ചുകൊള്ളൂ എന്ന് പറയുന്ന ഒരു കാര്യം, അതിന് ചെറിയൊരു മാറ്റം വരുത്തി. എല്ലാരും ശ്രദ്ധിക്കണം. അതെന്താ? അഗ്രേ തദ്ഗച്ഛതി ഭവതി, അല്ലയോ ഭവതി നീ ഭർത്താവ് മരിച്ചാലും മുന്നോട്ട് പോയിക്കൊള്ളൂ എന്ന് പഠിപ്പിച്ച ഭാഗം പുരോഹിതന്മാരെന്താക്കി? അഗ്രേ എന്നതിന് ഇങ്ങനെ മാറ്റം വരുത്തി. എങ്ങനെ? അഗ്നേ തദ്ഗച്ഛതി ഭവതി, അല്ലയോ ഭവതി അഗ്നിയിലേക്ക് ചാടിക്കൊള്ളൂ. ഉണ്ടോ? അങ്ങനെയാ സതിസമ്പ്രദായം ഉണ്ടായത്. നിങ്ങൾക്കറിയാം, ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രഭാതം, ഫജ്ർ. ഫർജ് എന്ന് പറഞ്ഞാലോ മുഖ്യസ്ഥാനമാണ്. ഒരക്ഷരത്തിന്റെ വ്യത്യാസമാണ്. അക്ഷരം മാറുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവും, അല്ലേ? അക്ഷരങ്ങൾ മാറുമ്പോൾ വലിയ പ്രശ്നമുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഏതൊരു സംഗതിയെ കുറിച്ചും കണിശമായ പഠനം നമ്മെ സമുന്നതമായ ഒരു ആശയത്തിലേക്ക് നമ്മളെ എത്തിക്കും. അതിനാണ് ഞാൻ പറയുന്നത്, വേദഗ്രന്ഥത്തിന് എന്ത് സംഭവിച്ചു, പ്രവാചകന്മാരാരാണ്, എന്താണ് വേദഗ്രന്ഥം, എന്താണ് മതം, ആരാണ് ദൈവം, ആരെയാണ് ആരാധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് മനുഷ്യർ ഒന്നാവുക. അവിടെയാണ് നമുക്കൊരു കാര്യം പറയാം. ഞാൻ ചുരുക്കി പറയാണ്, ഈ അനന്ത വിസ്തൃതമായ ആകാശമേലാം, ഈ ഭൂമി, ഇതിലെ ഹരിതാപമായ അവസ്ഥകൾ, പ്രാണികൾ, പക്ഷിമൃഗാദികൾ, ഇതൊക്കെ മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള സംഗതികളാണ്,
അല്ലേ? അന്ന് ഹിന്ദു മതമില്ല, ക്രിസ്തു മതമില്ല, ഇസ്ലാമില്ല, ജൈന മതമില്ല, ഒന്നുമില്ല, മനുഷ്യരെന്നില്ല. മനുഷ്യരില്ലാത്ത കാലത്ത് ആകാശമുണ്ടല്ലോ, ഉണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളെ. ഭൂമി ഉണ്ടല്ലോ, കാട്ടാറുകളും കാനനങ്ങളും ഉണ്ടല്ലോ, ഉണ്ടല്ലോ. അതെല്ലാം ഉണ്ടായിട്ടും, അതെല്ലാം നിലനിന്നിട്ടും, അതെല്ലാം ഉണ്ടായിട്ടും അന്ന് മതങ്ങളില്ല, മനുഷ്യരില്ല, ആരാധനാലയങ്ങളില്ല, ഒന്നുമില്ലല്ലോ. ശരി, ഞാൻ ചോദിക്കുന്നത്, നരവംശ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതനുസരിച്ച് മനുഷ്യവാസം ഉണ്ടാകുന്നതിന് മുമ്പ് ലോകത്ത് ആകാശവും ഭൂമിയും എല്ലാം ഉണ്ടെങ്കിൽ അതിനെ ആരാ സംവിധാനിച്ചത്? ആരാ അതിനെ സംവിധാനിച്ചത്? എന്റെ മാധവ, എന്റെ സുരേന്ദ്ര, എന്റെ ദേവകിയമ്മേ, അതിനെ ആരാ സംവിധാനിച്ചത്? അവനാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ. ഉണ്ടോ? അവനാണ് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും ഈശ്വരവിശ്വാസിയെയും നിരീശ്വരവാദിയെയും കൃമികീടങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത് അവനാണ്. ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വളരെ ഗൗരവമായി ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. വളരെ ഗംഭീരമായി പഠിക്കേണ്ട ചില കാര്യങ്ങൾ. അതിലൊന്ന് അഥർവവേദം. അഥർവവേദത്തിലെ 13-ാം അധ്യായം 5-ാമത്തെ പർവം 20-21 വചനങ്ങൾ, അതുപോലെ 14 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. ആ വചനങ്ങളിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നെല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ. അഥർവവേദത്തിലെ 13-ാം അധ്യായം 5-ാമത്തെ പർവം 20-21 വചനങ്ങളിൽ നിന്ന് ഞാൻ ആദ്യം വായിച്ചു തരാം. അതിൽ പറയുന്നത് കേട്ടോളൂ. ഏകനായ അവൻ ഏകനായി തന്നെ എന്നെന്നും നിലനിൽക്കുന്നവനാണെന്ന് നീ വിശ്വസിക്കുക. ദൈവം ഒന്നില്ല, രണ്ടില്ല, മൂന്നില്ല, പലതില്ല. ദൈവം ഏകനായി എന്നും നിലനിൽക്കുമെന്ന് നീ വിശ്വസിക്കുക. രണ്ടാമതൊരു ദൈവം ഇല്ല തന്നെ. അഥർവവേദം 15-ാം അധ്യായം 5-ാമത്തെ പർവം 20-21 വചനം. എന്റെ ബാല, എന്റെ സുരേന്ദ്ര, ഈ പറഞ്ഞ അഥർവവേദത്തിലെ വാചകം എന്താ പഠിപ്പിച്ചേ? ലോകത്തിനൊരൊറ്റ ദൈവമേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ ദൈവങ്ങളില്ല, ഒന്നിൽ കൂടുതൽ ദൈവങ്ങളില്ല എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്.